10 മണിയായി പഠിക്കണില്ലേ? തുറക്കി ഇവിടെ നോക്കാം. എന്താണ് നിങ്ങൾ ഇവിടെ കാട്ടുന്നത്? പണിക്ക് പോകാണ്ട് ഓരോ ദിവസം ഓരോ കള്ള. ഇന്റെ മക്കാച്ചി തങ്ങൾ പാവ ഇന്റെ അൻസൽമോട് തിന്നാൻ കുറിച്ച പഴല്ലേ തിന്നണത്? പിന്നെ ഇവിടെ അങ്ങോട്ട് നീച്ചിട്ടുണ്ട് പോയോ എന്നും. എന്തൊരു മലക്കാണ് നോക്കണേ ഈ മനുഷ്യനെ കൊണ്ട്. നിങ്ങൾ പണിക്കോണില്ലേ? എന്ന് പണിക്കോ നോക്ക്. നീ എന്ത് സ്വഭാവം അത്? എന്നും ഇങ്ങനെ കുത്തിരിക്കും ഓരോ ദിവസം. വാടക കൊടുത്തിട്ടില്ല, എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പക്കും മക്കും പൈസ കൊടുത്തങ്ങള് ഇങ്ങനെ അങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം രാവിലെ പുട്ടും 3 കഷ്ണം 3 കുറ്റി പുട്ടും 2 എത്ര പോന്ന പഴമല്ലേ ഞങ്ങൾ തിന്നിട്ടായിരുന്നത്? എന്നിട്ട് ഇങ്ങനെ വിശപ്പ് തീർന്നില്ലേ? ആൻസിൽ ഇന്നോലോ ഞാൻ നയിച്ചിണ്ടാക്കി കൊണ്ടുവച്ചാൽ മുതലല്ലേ ഞാൻ ഈ കണ്ണി കണ്ട ഓഡിറ്റോറിയം കയറി ഇറങ്ങിട്ട്. അതിന് നിങ്ങൾ പണിക്കോണോ? ഞാൻ ഈ കണ്ട കാറ്ററിംഗാരെ പിന്നാലെ പോയിട്ടാണ് ഓരോ പൈസ ഉണ്ടാക്കണത്. ഗെയിം കളിച്ചോട്ടെ. ഇരുന്ന് ഗെയിം കളിക്കണ മാത്രമേ ഉള്ളൂ. മുതുക്കനായ ഞങ്ങൾ ഇതിനുള്ളിട്ട് പഴം കട്ടിനൊന്നുമില്ല. ആണും മോനെ കട്ടെ. പക്ഷെ പണിക്കോന്നു പോയി പണിക്ക് പോണി കണ്ട ഇറങ്ങുമ്പോ ഉണ്ടാവും. ഇവിടെ ഇറങ്ങി ഇറങ്ങി പോ പണിക്കോ. ഓ എന്റെ മക്കാച്ചങ്ങൾ പാവാ, ഇങ്ങനെ ഒരു മൊണ്ണനാണ് അവൾക്ക് കിട്ടിയത്. പണിക്കും പോവില്ല. പണിക്കോയില്ലേ? വെറുതല്ല നിങ്ങളുടെ ആരത്തെ പെണ്ണുങ്ങൾ ഇങ്ങോട്ടിട്ട് പോയത്. ഇതല്ലായിരുന്ന സ്ഥിതി. വെറുതല്ല ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പണ്ട് വിശ്വസിക്കല്ല. എന്റെ ജീവിതത്തിലേക്ക് മനസ്സിലാവുന്ന കാര്യമാണുള്ളത്. ഞാൻ ഈ ഒരാൾ ഈ കാറ്ററിങ്ങിന് പോയിട്ട് കിട്ടണായിട്ട് 10-200 പൗണ്ട് എന്ത് കാട്ടാനാ? ഇങ്ങളെ ചെലവ് നോക്കണം, ഇന്റെ 2 ആമക്കളുടെ ചെലവ് നോക്കണം. ഓറ്റോളോ പണിക്കൂല്ല. പിന്നെ എങ്ങനെ? ഇന്റെ പനിമനും നോക്കണോ? ഈ വീട്ടിലത്തെ വാടക കൊടുക്കണോ? അതിന് തന്നെ ഒരു സംഖ്യ വേണോ? നിങ്ങ പണിക്ക് പോയാൽ എന്താ? ഓ പണിയില്ലാതെയാണ്. അപ്പൊ നിങ്ങളുടെ ശിഷ്യന്മാർ ഈ കണ്ട ശിഷ്യന്മാർക്കൊക്കെ പണിയുണ്ടല്ലോ. ഈ കണ്ട ശിഷ്യന്മാർക്കൊക്കെ പണിയുണ്ടല്ലോ. നിങ്ങക്ക് മാത്രം പണിയില്ലാത്തത്? വെറുതെ അല്ല നിങ്ങക്ക് പണി കിട്ടാത്തതും പണിയില്ലാത്തതും. ഈ വിശ്രമം ഒരു പെയിന്റ് അടിക്കും, പിന്നെ നീച്ചു പോകും. അവിടെ ഇവിടെ 4 ആളോട് 4 വർത്താനം പറയും, പിന്നെയും വന്ന് പെയിന്റ് അടിക്കും. ഇനി അഥവാ ആരെങ്കിലും നിങ്ങളെ പണിക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ 10 മിനിറ്റ് പെയിന്റ് അടിക്കും, 2 മണിക്കൂർ ആൾക്കാർക്ക് വർത്താനം പറയും. ഏത് നാട്ടിൽ പോയാലും നിങ്ങൾക്ക് ആൾക്കാരാണല്ലോ. പിന്നെയും 10 മിനിറ്റ് അടിക്കും. ആൾക്കാർക്ക് നഷ്ടമായിട്ട് തന്നെയാണ് നിങ്ങളെ പണിക്ക് വിളിക്കാത്തത്. ആ പണി ഉണ്ടാവൂല. അപ്പൊ പിന്നെ എങ്ങനെ നിങ്ങൾ ആ നാളെ മരക്കലെ മൊയ്തീന്റെ മകനില്ലേ, എന്താ അവന്റെ പേര്, ശുക്കൂറോ? ഓൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓനിക്ക് എന്നും പണിയില്ല. നിങ്ങളുടെ ശിഷ്യനല്ലേ ഓന്? പിന്നെ എന്ത് പണിയാ? നിങ്ങൾക്ക് അറിയാത്ത പണിയില്ല. ജിലേബി പൊരിക്കും, പെയിന്റ് പണി എടുക്കും, വേറെ എന്തൊക്കെ പണികള് കൂസുവരകും പറഞ്ഞു വെക്കണ്. എന്നിട്ട് നിങ്ങൾക്ക് എന്താ കാര്യമുള്ളത്? നിങ്ങൾക്ക് 10 രൂപ വരുമാനമുണ്ടോ? ഈ ഇട്ട ട്രൗസറും കുപ്പായി അല്ലാതെ വേറെ എന്താ കാര്യത്തുള്ളത്? ഈ വീട് നോക്കണോ? നിങ്ങൾ കണക്കിന് പോണെങ്കിൽ നിങ്ങൾ എന്തിനാ കെട്ടിയത്? ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പോവില്ലായിരുന്നോ? ഇതിപ്പോ നിങ്ങളുടെ ചെലവും കൂടി ഞാൻ നോക്കണം. പിന്നെ ഇവിടെ മറിച്ചിട്ട് കൊണ്ടല്ല അങ്ങനെ കൊട്ട കണക്കിന്. കണ്ണി കണ്ടവരെ കല്യാണക്കുടിയിൽ പോയിട്ട് ആ പാത്രവും ടേബിളും കഴുകി വൃത്തിയാക്കണോണ്ട് ഞാനും എന്റെ മക്കളും കൂടി ജീവിക്കണ്. എന്റെ വാപ്പാക്ക് ഒരു ചായയുടെ വെള്ളം മേടിക്കാൻ പോലും നിങ്ങൾ നേരം പോലെ കൈ കൊടുക്കാനില്ല. ചെളി 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 ആ ശുക്കൂറിനോടെ പരപ്പണിന്റെ അത്ര ചെളി പോയി പെയിന്റ് അടിച്ചിട്ട് വരി. എന്തിനും പണ്ടും കാര്യമില്ല. ചെല്ലി മൊച്ച നോക്കണമാരെ നോക്കിക്കൊണ്ട് നിൽക്കുക. ഇങ്ങനെ പണിക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു മനുഷ്യൻ ദുനിയാവിൽ വേറെ ഉണ്ടാവില്ല. ഞാൻ അങ്ങോട്ട് വരൂട്ടാ, പോയിക്കോളുണ്ടെങ്കി. ചെറിയ മലക്കൊന്നല്ല, വലിയ മലക്കാണ്. കഴിക്കാൻ എന്താ ഉള്ളത്? കഴിക്കാൻ ഉള്ളിയുണ്ട്, ഇതുണ്ട്, എല്ലാ സാധനം പരിപാടി എല്ലാ കാര്യമുണ്ട്. ഒന്നും വേണ്ടില്ല. തള്ളി പറഞ്ഞു എന്തോ ചുറ്റിക്കളിയുണ്ട്.
ഇവര് നമ്മളെ ആണുങ്ങളെ പറ്റിക്കണല്ലേ. ഒന്ന് നോക്കാം. പൈസ വന്നിട്ട് തരാട്ടാ. വന്നിട്ട് തരാം. അടുക്കളയിൽ കാണാമല്ലോ. കൊടുക്ക പോയി നേരത്തിന് കടലിൽ പറഞ്ഞിട്ടുള്ളൂ. ആണോ? ഒന്ന് പോടുന്ന്. ആ ഷോക്ക് നാണാവണം അങ്ങനൊക്കെ പറയുമ്പോ. ആ അങ്ങനെ കാണുന്ന കാര്യമല്ല പറഞ്ഞത്. ആ എനിക്ക് നാണാട്ടോ, ഒന്നും പറയല്ലേ. അത് രാവിലെ ഞാൻ ഉന്തി തള്ളി പറഞ്ഞയച്ചിട്ടുണ്ട്. കണ്ടാറോ പണിക്ക് പോവൂലാന്നേ. ഏഴ് നേരം ഇങ്ങനെ നോക്കിയിരിക്കും. എത്ര വെച്ചിട്ടാ നമ്മൾ പിന്നെ നോക്കിയിരിക്ക? പിന്നെ കാണാൻ മഞ്ചുള്ളൊരു മുഖമൊക്കെ വേണ്ടേ? അതിനല്ലേ ഇങ്ങനുള്ളത്. ശരിക്കും ശരിക്കും വഞ്ചന. ആ ഇല്ല, അത് വൈകുന്നേരം വരുള്ളൂ. നമുക്ക് വീഡിയോ കോൾ ചെയ്യാം. എനിക്ക് കാണാൻ തോന്നിയില്ല. ഒന്ന് പോവരുത്. ആ ഇല്ല, ഇന്നലെയും പണിക്കോയില്ല, മിഞ്ഞാന്നും പണിക്കോയില്ല. ഇതൊരു പണ്ടാറ. ഓ ഈ വീട്ടിലെ ചെലവൊക്കെ ഞാൻ എങ്ങനെയാ നോക്കുന്നത് തന്നെ അറിയില്ല. ഇനിയിപ്പോ ഞാൻ ഏട്ടൻ്റെ കൂടെ പോന്നു കഴിഞ്ഞാ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ. ശരി എന്നാ, കുളി കഴിഞ്ഞിട്ട് കുറേ സമയം ഇവിടെ നിൽക്കണേ. ശരി, വിളിക്കാട്ടോ. ശരി. ആർക്ക് വിളിക്കുന്നു? ആർക്ക് വിളിക്കണ കാര്യങ്ങൾ ഈ പറഞ്ഞത്? ഇങ്ങനത്തെ തലക്ക് ഭ്രാന്തണ്ടാ? ഞാൻ കാമണിക്കൂറായിട്ട് കുളിക്കാൻ പോയിട്ട്, അപ്പൊ നിങ്ങൾ അരമണിക്കൂർ ഇവിടെ വന്ന് തുടങ്ങിയിട്ട്. ശരി, നിങ്ങളെ പണിക്കൂറാച്ചല്ലേ? ഞാൻ ആരായിട്ട് സംസാരിച്ച കാര്യങ്ങൾ ഈ പറഞ്ഞത്? ആരായിട്ട് സംസാരിച്ച കഥ ഈ പറഞ്ഞത്? ഇടക്കിടക്ക് വിളിക്കുമ്പോ ബിസിയും കാണിക്കുന്നു. ഇപ്പൊ ആർക്കാ വിളിച്ചിരുന്നത്? ലൈവ് വിളിക്ക, ഞാൻ പണിക്ക് പോവാത്ത ആരോടെ പറഞ്ഞു. എന്റെ ഞാനൊരു പൊട്ടനാന്ന് വിചാരിച്ചിട്ടാ. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങള് പൊട്ടൻ തന്നെയാണ്. നിങ്ങള് പൊട്ടനായിട്ട് കാണുന്നത്, ഇവിടെ പൊട്ടനല്ല. ആർക്കാ ഈ വിളിച്ചിരുന്നത്? പറയിക്ക് പറയണോ? എന്നിട്ട് എന്തിനാ? എന്തിനാ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും കൂട്ടിയാ പറ്റുമോ? നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും കൂട്ടിയാ പറ്റുമോന്ന്? ശരിയാ, ഇക്കൊരാളുണ്ട്, ഞാൻ അയാളെ നല്ലോണം സ്നേഹിക്കുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് എന്താ? ഗൾഫിൽ നിന്ന് വന്നൊക്കെ ഞാൻ അറിഞ്ഞിരിക്കണം. അത് ഞാൻ പണിക്ക് പോകാതെ ഇരിക്കുന്നത് അറിയോ? ഈ വിചാരിക്കും പണിക്ക് മനഃപൂർവ്വം പോകണ്ടാണ്. ഓൻ ഗൾഫുകാരാ നിങ്ങൾ ആരാ പറഞ്ഞു? അതൊക്കെ അറിയിപ്പോ നമ്മളന്വേഷിക്കോലെ. ഓ അത് ശരി. അപ്പൊ കെട്ടിയോളുടെ ചാരനെ പിടിക്കാനായിട്ടാണ് നിങ്ങൾ ഇവിടെ പണിക്കും പോവാതിരിക്കണത്. ഈ ചാരൻ ഇക്കുണ്ടായിട്ട് അധികം മാസങ്ങളായിട്ടില്ല. ഇതിന് മുമ്പ് നിങ്ങൾ എന്തിനു പണിക്ക് പോഞ്ഞത്? ഏതോ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങളുടെ ഈ കഴിവില്ലായ്മ കൊണ്ടാണ് ഞാൻ വേറൊരുത്തൻ തേടിപ്പോയത്. ഇക്ക് പിന്നെ സ്നേഹിക്കണ്ടേ? ഇന്നെ സ്നേഹിക്കണ്ടേ? ഏഴ് നേരം തിന്നാ തൂറ ഇവിടെ കിടക്കുക. അങ്ങനെ ഒരുത്തനൊക്കെ വേണ്ട. ഇങ്ങനെ ഒരുത്തനല്ല ഞാൻ വിചാരിച്ചിട്ടത്. ആ തീരുമാനം എടുക്കും. ഒന്നിട്ട് ഇറങ്ങി തരുവോ എന്റെ കുടുംബത്തിന്ന്? അതെ, ഓനിക്ക് ഇഷ്ടമുള്ള മൊബൈൽ വാങ്ങി തരാൻ പറഞ്ഞപ്പോ ഒക്കെ വാങ്ങി തന്ന്. ഒക്കെ മാല മേടിച്ചു, മാല മേടിച്ചത്, വള മേടിച്ചെന്ന്. നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും കൂട്ടിയാ പറ്റിയ? നിങ്ങൾ ഇതിനെന്റെ ജീവിതത്തിലേക്ക് കയറി വന്നത്? നിങ്ങളെ പ്രേമിക്കണ കാലത്ത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്?
ആന മേടിച്ചരാ, അമ്പലം മേടിച്ചരാ, കൊട്ടാരം മേടിച്ചരാ. ഇപ്പോഴോ ഇപ്പൊ ആനയില്ല, അമ്പലം ഇല്ല. ഇങ്ങനെ ഉള്ളത് ഞാൻ പറയണില്ല ഞാൻ. ഇത് പോവും. ആ ഇതേപോലെ മാല വേറെ ആരും മേടിച്ച് ആയിക്കോട്ടെ. മേടിച്ചെന്നാ എന്തായാലും നിങ്ങളെ പോലെ അല്ല, അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെ പോലെ അല്ല. അനുവിന് ആ എന്തെങ്കിലും മതിയായ അപ്പൊ പുതിയ തീർന്നാ ആയിക്കോട്ടെ. പോയി തീരുമാനം ഉണ്ടാക്കിക്കോളി. എനിക്ക് ഒരു പേടില്ല. 10-20 വയസ്സായ 2 ആൺകുട്ടികളുള്ളതാണ്. എന്റെ മക്കൾക്കും അറിയാം ആളെ സ്നിഷ്ടാണെന്നുള്ളത്. നിങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി തന്നാ മതി. നാശം. ഇറങ്ങിക്കോ. ആര് പറഞ്ഞു? സ്വന്തം വീടൊന്നല്ലല്ലോ, ഞാൻ വാടക കൊടുത്ത് താമസിക്കുന്ന വീടാണിത്. നിങ്ങളെ വാടക കൊടുക്കണത് ആണോ? ഒരു ഓൺ ചെയ്യണത് അങ്ങനെയാണ് എങ്ങനെയാണെന്ന്. ആരും നിക്കണ്ടോടത്ത് നിക്കണം, എന്നിട്ട് വേണം ഭരിക്കാൻ വരാന് കേട്ടാ. വേണ്ട മൊച്ച പണ പോലെ പോണ് ഒന്ന് പറയാൻ ചേട്ടേ.